തിരുവനന്തപുരം നഗരസഭയിലെ ബിജെപിക്കെതിരായ യുഡിഎഫ് അവിശ്വാസ പ്രമേയത്തെ എൽഡിഎഫ് പിന്തുണയ്ക്കില്ല. ഒന്നിച്ചുള്ള അവിശ്വാസ പ്രമേയ നീക്കം രാഷ്ട്രീയമായി ഗുണം ചെയ്യില്ലെന്ന് സിപിഎം വിലയിരുത്തൽ. അവിശ്വാസ പ്രമേയത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് മേയർ വി രാജേഷ്. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന അഴിമതി കേസിൽ പ്രതികളുടെ വീടുകളിൽ റെയ്ഡ്. ക്ഷേത്ര ട്രസ്റ്റിൽ സമ്പൂർണ്ണ അഴിച്ചുപണി. പുതിയ ജനറൽ സെക്രട്ടറിയെ ജൂലൈ 11 പ്രഖ്യാപിക്കും. ആരോപണ വിധേയനായ ചമ്പത് റായിക്ക് VHP കേന്ദ്ര ഓഫീസിന്റെ ചുമതല നൽകാൻ നീക്കം. അന്വേഷണം ഉന്നതരിലേക്ക് എത്താതിരിക്കാൻ ശ്രമമെന്ന് പ്രതിപക്ഷം. ഫിഫ ലോകകപ്പിൽ നോക്കൌട്ട് ചിത്രം തെളിഞ്ഞു. എല്ലാ കളികളിലും ജയിച്ച് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി അർജന്റീന. ജോർദാനെ തോൽപ്പിച്ചത് 1-3 ഗോളുകൾക്ക്. എല്ലാ മത്സരങ്ങളിലും ഗോൾ നേടി മെസ്സി. കൊളംബിയ പോർച്ചുഗൽ മത്സരം ഗോൾ രഹിത സമനിലയിൽ. 2020 വനിതാ ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് കരുത്തരായ ഓസ്ട്രേലിയക്കെതിരെ. അയർലൻഡിനെതിരായ 2020 പരമ്പരയിൽ ടീം ഇന്ത്യക്ക് നിർണായകം. ഭർത്താവ് അതുലിന്റെ കൊടും ക്രൂരത എണ്ണിപ്പറഞ്ഞ് ആറ്റുകാലിൽ മരിച്ച ആരതിയുടെ ആത്മഹത്യാക്കുറിപ്പ്. അതുലിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം. നിരന്തര പീഡനമാണ് ആരതി ജീവനൊടുക്കാൻ കാരണമെന്ന് കുടുംബം. കുറ്റം സമ്മതിച്ച അതുൽ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. മഴ കനത്താൽ സ്ഥിതി വഷളാകുമെന്നും മന്ത്രി. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോഴും ആവശ്യത്തിന് ഡോക്ടർമാരോ ജീവനക്കാരോ ഇല്ലാതെ ഇടുക്കി ഉപ്പുതറ സർക്കാർ ആശുപത്രി. സംസ്ഥാനത്ത് കാലവർഷം കനക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ഇറാനെ വീണ്ടും ആക്രമിച്ച അമേരിക്ക. ഹോർമൂസ് കടലിടുക്കിനോട് ചേർന്ന സിരിക് ഖേഷം ദ്വീപുകളിൽ സ്ഫോടനം സ്ഥിരീകരിച്ച് ഇറാൻ മാധ്യമങ്ങൾ. എണ്ണക്കപ്പൽ ആക്രമിച്ചതിനുള്ള തിരിച്ചടിയെന്ന് അമേരിക്ക. ക്രൂഡ് ഓയിൽ വില കുത്തനെ കുറഞ്ഞെങ്കിലും രാജ്യത്ത് ഇന്ധന വില കുറയ്ക്കില്ലെന്ന് എണ്ണ കമ്പനികൾ. നടപടി നഷ്ടം നികത്താനെന്ന് വിശദീകരണം.